വണ്ടി ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ഞങ്ങൾ മഫ്തിയിലൊക്കെ ഇപ്പം നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ മഫ്തിയിൽ ഞാൻ എപ്പോഴും അവിടെ ടീമിനെയൊക്കെ മഫ്തിയിൽ ഇട്ടിട്ടുണ്ട്. എന്തിനറിയാമോ, ഒന്ന് നിരീക്ഷിക്കാൻ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ നല്ലതുപോലെ സ്പീഡ് ചെയ്യും. ഈ സ്പീഡ് ചെയ്യുന്ന ആൾക്കാരെ എന്നിട്ട് ഞങ്ങൾ പെട്രോളിങ് നടത്തി പോകുമ്പോൾ ഇത് സ്പീഡ് ചെയ്ത് പോയ എന്തിനാ അറിയാമോ, അവിടെ പൊരുപ്പുകാരുടെ മുമ്പിൽ നിർത്തിയിട്ട് പൊരുപ്പ് മേടിച്ച് കഴിച്ച് ചായ കുടിക്കാനാണ്. ഇതായിരുന്നു അത്യാവശ്യം മരണപ്പാച്ചിൽ ആൾക്കാർ വായുന്നത്. അത്യാവശ്യക്കാർ വേഗത്തിൽ പോകട്ടെ. എല്ലാ കാര്യത്തിലും മികച്ചവരെന്ന് പറയുമ്പോൾ ട്രാഫിക്കിന്റെ കാര്യത്തിൽ മാത്രം ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ആ ഒരു കാര്യം പാലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ മൊത്തത്തിൽ? ശ്രദ്ധക്കുറവ് എന്നതിലുപരി ഞാൻ മറ്റൊരു വാക്ക് ഉപയോഗിച്ചാൽ എല്ലാ കാര്യത്തിലും നമ്മൾ മാന്യന്മാരായി. വിദ്യാഭ്യാസം കൊണ്ടും സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഈവൻ ഭക്ഷണം കഴിക്കുമ്പോഴും പോലും നമുക്കറിയാം മാന്യത എന്താണ്, ടേബിൾ മാനേഴ്സ് എന്നറിയാം. ആൾക്കാരെ കണ്ടാൽ നമുക്കെതിരെ അവരെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നതിലും സംസാരിക്കുന്നതിലും പെരുമാറുന്നതിലും ഒക്കെ നമ്മൾ വളരെ ഒബീഡിയൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, കാരണം എന്താ, നമ്മുടെ മാന്യതയ്ക്ക് കളങ്കം തട്ടും. അങ്ങനെ കുട്ടികൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ മോനെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അങ്ങനെ പറയരുത് എന്നൊക്കെ പറയാൻ നമ്മൾ പ്രാപ്തരായെങ്കിൽ, മോശമായിട്ട് റോഡിൽ പെരുമാറിയാൽ സമൂഹം നമുക്ക് മോശം മാർക്കിടുമെന്നുള്ള ചിന്ത ജനഹൃദയങ്ങളില്ല. ഞാൻ കൈവിട്ട് പോയാലോ, ഞാൻ മൊബൈൽ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ട് പോയാലും അയാളൊരു നിയമലംഘകനാണ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് വന്നു വീഴുന്ന സ്റ്റെയിനാണെന്നുള്ള ചിന്ത ജനങ്ങളിലില്ല. ഞാൻ നിയമം ലംഘിച്ചു പോയാൽ എന്നെ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ മോശം, അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർ എന്നെക്കുറിച്ച് മോശം ധരിക്കുമെന്നുള്ള തരത്തിലേക്ക് ആൾക്കാരുടെ ചിന്തയെ മാറണം. ഫോണിൽ കൂടെ സംസാരിച്ച് പോകുമ്പോൾ അറിയാം അത് ഇറ്റ്സ് ആൻ ഇല്ലീഗൽ പ്രാക്ടീസ്. പക്ഷേ അതുകൊണ്ട് എൻ്റെ മാന്യത പോകത്തില്ലെന്നാണ് വിചാരം. വേറൊരു ആക്ട് ചെയ്യുമ്പം എൻ്റെ മാന്യത പോകുമെന്നുള്ളത് കൊണ്ട് അതിന് ആൾക്കാർ മറപിടിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സ്പീഡിൻ്റെ കാര്യം പറഞ്ഞു വന്നത്, വണ്ടി ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ഞങ്ങൾ മഫ്തിയിലൊക്കെ ഇപ്പം നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അവിടെ ടീമിനെയൊക്കെ മഫ്തിയിൽ ഇട്ടിട്ടുണ്ട്. എന്തിനറിയാമോ, ഒന്ന് നിരീക്ഷിക്കാൻ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ നല്ലതുപോലെ സ്പീഡ് ചെയ്യും. ഈ സ്പീഡ് ചെയ്യുന്ന ആൾക്കാരെ എന്നിട്ട് ഞങ്ങൾ പെട്രോളിങ് നടത്തി പോകുമ്പോൾ ഇത് സ്പീഡ് ചെയ്ത് പോയ എന്തിനാ അറിയാമോ, അവിടെ പൊരുപ്പുകാരുടെ മുമ്പിൽ നിർത്തിയിട്ട് പൊരുപ്പ് മേടിച്ച് കഴിച്ച് ചായ കുടിക്കാനാണ്. ഇതായിരുന്നു അത്യാവശ്യം മരണപ്പാച്ചിൽ ആൾക്കാർ വായുന്നത്. അത്യാവശ്യക്കാർ വേഗത്തിൽ പോകട്ടെ. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു കാര്യവുമില്ലാത്തപ്പോൾ ആൾക്കാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് അവിടെ നടന്നിരുന്നത് ആംബുലൻസാണ്. ആംബുലൻസ് മറിഞ്ഞുപോയി. തിരിയുന്നതിന് പകരം തിരിയാതെ നേരെ ഓടിപ്പോയി. കാരണം ഒരു നിയന്ത്രിക്കാൻ പറ്റുന്ന സ്പീഡിനപ്പുറത്തേക്ക്, ഇപ്പോൾ ബൈക്കിലൊക്കെ പോകുന്ന കുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 120 കിലോമീറ്റർ വേഗത്തിലാവും പോകുമ്പം ഒരു നായ അല്ലെങ്കിൽ ഒരു പട്ടി ഓടി വന്ന് അതിനെ ഇടിച്ചാൽ ഇതിനകത്ത് ഇടിച്ച് മറിയുകയും ഒരഞ്ഞ് 50-60 മീറ്റർ എതിരെ വരുന്ന വണ്ടിയുടെ അടിയിലോട്ട് പോയി കയറുമെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ മതി. ഇപ്പോൾ ഒരു നായ്ക്കുട്ടി കുറുക്കി അടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊട്ടിയത്തിട്ട് നടന്ന ഒരു ആക്സിഡൻറ്റ്, ഉമേനൂർ നടന്ന ഒരു ആക്സിഡൻറ്റിൽ കാറിൽ 14 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. ഈ 14 വർഷം പഴക്കമെന്ന് പറയുമ്പോൾ അതിൻ്റെ നടു ഒടിഞ്ഞു. ഈ വണ്ടിയുടെ ആക്സിഡൻറ്റിൻ്റെ സ്ഥിതി എന്താ, ടയറിൻ്റെ സ്ഥിതി എന്താ എന്നും അറിയാത്ത കുട്ടികൾ അവരുടെ വണ്ടി 120 കിലോമീറ്റർ പെർ അവറിലാണ്. 120 കിലോമീറ്റർ പെർ അവറിലൊന്നും പോയിക്കാൻ പറ്റിയ റോഡ് ഇവിടെ ഇല്ല. ആ വണ്ടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത്രയും പഴക്കം ചെന്ന ഒരു വണ്ടി ഇത്രയും മതി. അവൻ്റെ സ്പീഡ് 120 ലോക്കായിപ്പോയി. വണ്ടി ആക്സിഡൻ്റ് ആയപ്പം ഇടിച്ച് ചുരുളാനല്ലാതെ ഒന്നും പറ്റത്തില്ല. ഇടിച്ചാൽ പോക്കുക. കാരണം അത്രയ്ക്ക് സ്ട്രെങ്ത് ഇല്ലല്ലോ. അവൻ്റെ സമയം കഴിഞ്ഞു. ഒരു വണ്ടിയുടെ ഒരു നല്ല സമയം എനിക്ക് തോന്നുന്നു 10 വർഷത്തിനകത്താണ്. അത് കഴിഞ്ഞാൽ ഇത് ഇടിച്ചാൽ പോക്കാം. ആ ഒരു ചിന്ത ജനങ്ങൾ വളരണം. അതായത് അപകടം പറ്റാനുള്ള ഒരു സാധ്യത എനിക്കുണ്ട്. ഞാനിപ്പോൾ ഇത്രയും വേഗത്തിൽ പോകുമ്പോൾ എൻ്റെ ആക്സിൽ ഒടിഞ്ഞു പോയാൽ, ടയർ പൊട്ടിപ്പോയാൽ ഞാൻ എവിടെ പോയി നിൽക്കുമെന്നൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ വലിയ വമ്പൻ റോഡുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇടിയുടെ ബഹളമാകും. ഞങ്ങൾ റോഡിൽ നിന്ന് കയറാതെ നിൽക്കേണ്ടതായ സാഹചര്യം പോലും. കാരണം അത്രയും ആൾക്കാർ സ്പീഡ് ചെയ്യും. എൻ്റെ റിസർച്ച് മനസ്സിലാക്കുന്നത് 2 കാര്യങ്ങളാണ് അപകടത്തിൻ്റെ ഫെറ്റാലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഓവർ സ്പീഡിങ്ങും, നമ്പർ 2 ആൾക്കാർ ഉറങ്ങിപ്പോകുന്നതുമാണ്.